ആരോഗ്യം ആരോഗ്യം എന്ന വിഷയത്തെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്, സീരിയസ് ആക്കി എടുക്കേണ്ടവർക്ക് എടുക്കാം. ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്. എന്നാ കുറച്ച് ഹാസ്യമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ പറയുന്നത്. ഇപ്പോ ഞാനിതിൽ കുറച്ച് ഗ്ലാസ് വരുന്നത് കോപ്പറിന്റെ ആണ്. ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചില സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് എനിക്ക് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ല. വർഷങ്ങളായിട്ടുള്ളതാട്ടോ. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ പല രീതിയിൽ. അതായത് ഒന്ന് നമ്മൾ ക്ലിയർ ആക്കുമ്പോൾ കാണാൻ വേറൊന്ന് വരും, അത് ക്ലിയർ ആക്കുമ്പോൾ കാണാൻ വേറൊന്ന് വരും. മീൻസ് ഒന്ന് ക്ലിയർ ആകുമ്പോൾ വേറൊന്ന് വരണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഉള്ളിൽ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഒന്ന് ക്ലിയർ ആവണം. ഒരു 3/4 ക്ലിയർ ആയാൽ തന്നെ നമുക്കതൊരു ആശ്വാസമല്ല. എനിക്ക് വളരെ കാലങ്ങളായിട്ടുള്ള ഒരു അസുഖമാണ് അലർജി. അപ്പൊ അലർജീനെ ക്ലിയർ ആക്കിയപ്പോൾ ആ അലർജി ഒരു ഭാഗത്തു നിന്ന് പോയിട്ട് വേറൊരു ഭാഗത്തേക്ക് വരുന്ന പറഞ്ഞ കാര്യമാണ്. ഫുള്ളായിട്ട് ക്ലിയർ ആക്കാം, സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലിയർ ആക്കാം. അതിന് വേണ്ട സാങ്കേതിക വിദ്യയൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ കുറച്ച് മെനക്കെടണം. അത്ര മെനക്കെട്ടിട്ട് എനിക്കിത് ക്ലിയർ ആക്കിയിട്ട് ഈ ബോഡിയെ മമ്മൂട്ടിയോ മോഹൻലാലോ ആക്കാൻ താല്പര്യമില്ല. നിലവിൽ ഈ ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് കുറച്ച് ക്ലിയർ ആവുക, എന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് പറയുക, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ചെയ്യുക. അടുത്ത ജന്മം സെറ്റാക്കിയാൽ മതി. അതാണ് എൻ്റെ പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ കളികളൊക്കെ കളിക്കുന്നത്. അപ്പോ അടുത്ത ജന്മം എന്ന് പറഞ്ഞാൽ ആർക്കും കാണിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ ചില ജന്മത്തിലുള്ള ചിലര് ജീവിച്ചു വരുമ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചിലര് വളരെ സുന്ദരന്മാരാവും, വളരെ സാമ്പത്തികം ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും. കാരണം എന്താ? കഴിഞ്ഞ ജന്മം. അപ്പൊ ഞാനും എൻ്റെ ആരോഗ്യത്തെ പറ്റി കുറെ അധികം ചിന്തിച്ചു. എൻ്റെ വീട്ടിലെ ആളുകള്, എത്രയോ ആളുകള്, അതിൽ പലരും പല രീതിയിൽ. ചിലര് നല്ല നിറത്തില്, ചിലര് നിറം കുറഞ്ഞിട്ട്, ചിലര് നല്ല ബുദ്ധിയില്, ചിലര് നല്ല വിദ്യാഭ്യാസത്തില്, എന്നെക്കാളും ഏജ്ഡ് ആയിട്ടില്ല. അവരുടെയൊക്കെ ഇപ്പത്തെ ഒരു 38 വർഷ കാലയളവിലുള്ള ആ ഒരു സൈക്ലിക് ചാർട്ട് പോലും ഞാൻ പരിശോധിച്ചു. അപ്പൊ പലർക്കും പല രീതിയിലാണ് ആരോഗ്യം, അതുപോലെ സാമ്പത്തികം, ബുദ്ധി, എല്ലാം പല രീതിയിലാണ്. അപ്പോൾ എൻ്റെ ഒരു രീതി വേറെയാണ്. അപ്പൊ എൻ്റെ രീതിയെ മാറ്റാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചു, നടന്നു. അവരുടെ കുറച്ചു കാലത്തേക്കൊക്കെ അവർ നടന്നു. അതാണ് നമ്മൾ ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നം. എൻ്റെ ഒരു ബുദ്ധിക്കനുസരിച്ച് ഞാൻ ചെയ്തത് ബാക്കിയുള്ളവർക്ക് പറ്റിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും ഞാനൊരു ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുള്ളൊരു കളിയാണ്. അതിന് ഞാൻ ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട് ക്ലീൻ ചെയ്യുന്നത് ഇതൊക്കെ. ഇപ്പോഴും ഒറ്റയാൾ പോരാട്ടം. പക്ഷെ ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊന്നല്ല. ഇപ്പൊ നാട്ടുകാരുണ്ട്, കൂടെ നാട്ടുകാരുണ്ട്, പല രീതിയിൽ നാട്ടുകാരുണ്ട്. സാമ്പത്തികം ഉണ്ടാക്കാനാണെങ്കിൽ നാട്ടുകാരുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ക്ലിയർ ആക്കാൻ നാട്ടുകാരുണ്ട്, ഗവൺമെന്റ് ഉണ്ട്. ചിലര് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഗസറ്റഡ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ചിലര് അത് നമുക്ക് തടസ്സം തന്നെയാണ്. ഒരു ഭാഗം മുട്ടയും തുറക്കപ്പെടുന്നല്ലേ, ഒരു ഭാഗം അടച്ചു കഴിഞ്ഞാൽ അടുത്ത ഭാഗം തുറക്കും. അപ്പൊ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളുമായി ആരോഗ്യത്തിന്റെ വീഡിയോയിൽ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇത്രയും സമയം പറഞ്ഞത് ചെറിയ സംഭവമൊന്നുമല്ല, അത്ഭുതം തന്നെയാണ്. ഈശ്വരൻ സൃഷ്ടിച്ച ഒരു ശരീരം കൊണ്ട് ആരോഗ്യത്തോടെ കാര്യങ്ങൾ സംസാരിക്കും. തലച്ചോറിന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ച് നാവ്, കണ്ണ്, ശരീരം, 5 ഇന്ദ്രിയങ്ങളോട് സംസാരിച്ചു. ആ ഇന്ദ്രിയങ്ങളെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. വളരെ നിസ്സാരമായിട്ട് അതിന് ഭ്രാന്താന്ന് പറഞ്ഞ് തള്ളാനുള്ളവർ ഒരുപാടുണ്ടാവും. പക്ഷെ അവരൊക്കെ അത്ഭുതം തന്നെ. ഈ തള്ളുന്നവരും അത്ഭുതം തന്നെയാണ്. ഈ പറയുന്ന ഞാനും ഒരു അത്ഭുതം. എൻ്റെ അത്ഭുത ലീലാവിലാസങ്ങൾ എന്ന് പറയില്ലേ, നമ്മൾ ഓരോരുത്തരും അത്ഭുതമാണ്. മോഹൻലാൽ പറയുന്ന പോലെ വിസ്മയാണ്. ഓരോ കാര്യങ്ങളും വിസ്മയം. മോഹൻലാലല്ലട്ടാ, ലാലേട്ടൻ.